ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നടിപ്പിൻ നായകൻ സൂര്യ അഭിനയിച്ച റെട്രോ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ കാർത്തിക് സുബ്രാജ്. ഇതിലെ പ്രധാന നായകൻ എന്ന് പറയുന്ന ഒന്ന് സൂര്യ, അത് കഴിഞ്ഞിട്ട് പൂജ ഹെഗ്ഡെ, അത് കഴിഞ്ഞിട്ട് ഇനി പറയാനുള്ളത് ജോജു ജോർജ് അഭിനയിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ജയറാം അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് ബാക്കി പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഈ സിനിമയിൽ സൂര്യയുടെ ഇൻട്രോ ആൻഡ് ടൈറ്റിൽ കാർ പൊളിയാണ്. ഒന്നും പറയാം, സൂര്യയെ കാണിക്കുന്ന രീതിയൊക്കെ ഫസ്റ്റ് നായകൻ സൂര്യയാണെന്നുള്ള ലെവലിലുള്ള കാണിക്കുന്നത് അതൊക്കെ വേറെ ലെവലാണ്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ അന്യായം പറയല്ല. ചില ഫൈറ്റൊക്കെ പൊളിയാണ്. പിന്നെ ഇതിൽ പറയാമെന്ന് വെച്ചാൽ ജയറാമിൻ്റെ ആക്ടിങ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ജയറാമിനെ കാണുമ്പം, അതായത് പുള്ളിയുടെ ആ ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇന്ത്യൻ ടൂലുള്ള പോലെ കോമഡി ആക്കി വെച്ചിട്ടുണ്ട്, ജോക്കറാക്കി കളഞ്ഞു എന്ന് തോന്നും. പക്ഷേ അങ്ങോട്ട് പോകും തോറും ആ ക്യാരക്ടറിൻ്റെ ആ ഒരു വലിപ്പം, അല്ലെങ്കിൽ അതിനൊരു പ്രധാന റോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. പിന്നെ സൂര്യ ആൻഡ് ജോജു ജോർജിൻ്റെ ചില കോംബോ ഉണ്ട്, അതൊക്കെ സൂപ്പറാണ്. ആ ഒരു സീനൊക്കെ അത്യാവശ്യം പൊളിയാണ്, ഒന്നും പറയാനില്ല. അവർ രണ്ടുപേരുള്ളൂ, പക്ഷെ കുറച്ച് സീനൊക്കെ ഉള്ളൂ, അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ഇൻട്രോ അതൊക്കെ പൊളിയാണ്. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് എന്ത് നടക്കും എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം അതാണ്, ആ ഒരു സൗണ്ട് എഫക്റ്റ് അതെല്ലാം വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലോട്ട് സിനിമയിലെ പോകണില്ല. എന്ന് വെച്ചാൽ ഇതിൽ സൂര്യയും പൂജയും തമ്മിലുള്ള ചില എമോഷൻ സീൻസ് ഒന്നും വർക്ക് ആവില്ല. നമുക്കത് കണക്റ്റ് ആയാലേ നമുക്കൊരു സങ്കടം തോന്നേ, നമുക്കങ്ങനെ ഒന്നും തോന്നൂല. അത് കഴിഞ്ഞിട്ട് സൂര്യയുടെ പാസ്റ്റ് ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്, സൂര്യ എന്തായിരുന്നു ഏതായിരുന്നു, അതും നമുക്കൊരു എമോഷനായിട്ട് നമുക്ക് ടച്ച് ആവില്ല. ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ കാണികളുമായിട്ട് അങ്ങനെ നമുക്കങ്ങോട്ട് ടച്ച് ആവില്ല. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുന്നു, അപ്പോൾ നമ്മൾ അതാണ് കാര്യം. അങ്ങനെയുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട്. പിന്നെ ഇൻട്രോളിന് ശേഷമുള്ള കുറച്ച് ഫൈറ്റൊക്കെ, ഇതൊക്കെ പെട്ടെന്ന് തീർന്നാദ്യം നമുക്ക് ചിലപ്പം ക്ലൈമാക്സ് തോന്നും. കാരണം ഈ സിനിമ 2.25 മണിക്കൂറുണ്ട്. ഈ സിനിമ ആ ഒരു ടൈം ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് ചിലർക്ക് ലാഗ് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് അതിനുള്ള രീതിയിൽ അങ്ങോട്ട് കയറിയില്ല, അതാണ് സത്യാവസ്ഥ. സൂര്യയൊക്കെ അത്യാവശ്യം കരങ്ങി അഭിനയിച്ചാണെങ്കിൽ ആക്ടിങ് ഒക്കെ പൊളിയാണൊന്നും പറയില്ല. പക്ഷേ നമുക്കത് ഫീൽ ആവില്ല. നമുക്കത് ഫീലായല്ലേ നമുക്ക് ആ ഒരു കാര്യം ഇങ്ങനെയാണ്, ആ ഒരു സംഭവം നമുക്ക് ടച്ച് ആവില്ല, അതാണ് സത്യം. ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ക്രിഞ്ചായിരുന്നു. പക്ഷെ ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് പോകണ്ട, ഒരു 5-10 മിനിറ്റ് ഫ്ലാഷ് ബാക്ക് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷേ സൂര്യനെ തിരിച്ചു വരാൻ നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. കാർത്തിക് സുബ്രാജാണ് നമ്മൾ കുറച്ചുകൂടെ. പിന്നെ എനിക്ക് മാത്രമാണ് ഈ സിനിമ ടച്ച് ആവാത്തതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തിയേറ്ററിലുള്ളവർ അത്രയൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ ആയിരുന്നു കണ്ട തിയേറ്ററിൽ. പക്ഷേ ഇത് ഇഷ്ടപ്പെടണം, ഈ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എവിടെയോ എന്തൊക്കെ മിസ്സിങ്, എന്തോ കുറവൊക്കെ ഉണ്ട്. ഈ സിനിമയെ പറ്റി കുറ്റം പറയാനും തോന്നൂല, എന്നാൽ നല്ലത് പറയാനും തോന്നില്ല. ആ ഒരു അവസ്ഥയാണ്, ഒരു ആവറേജ്. ചില സീൻസ് ഒന്നും നമുക്ക് കണക്ട് ആവില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, ഈ സൂര്യ ഫാൻസിൻ്റെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ ഇവന്മാർ സൂര്യ പൊക്കി പറയാമെങ്കിലും തിയേറ്ററിൽ പോയി കാണില്ല. പോയി കണ്ട് സിനിമ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.